സിന്ദൂരരേഖ ഭാഗം 57. അത് പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. ഒടുക്കം നടന്ന് നടന്ന് രണ്ടുപേരും ഇതുപോലെ തന്നെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലത്തെത്തി. മുന്നത്തേതുപോലെ തന്നെ വല്ലാതെ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. എങ്ങോട്ട് തിരിഞ്ഞാലും മരങ്ങൾ മാത്രം കാണുന്ന ഒരു സ്ഥലം. ഇവിടെ എവിടെയെങ്കിലും പുഴയൊഴുകുന്നുണ്ടോ മനുവേട്ടാ? വെള്ളം ഒഴുകി വരുന്നത് പോലുള്ളൊരു ശബ്ദം അവൾ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ തോന്നിയതും അമ്മാളും അവനോട് സംശയത്തോടെ ചോദിച്ചു. പുഴയൊന്നുമില്ല, പക്ഷേ ഇവിടെ അത്യാവശ്യം വലിയൊരു ഉറവയുണ്ട്. അതിൽ നിന്ന് ഒരരുവി ഒഴുകുന്നുണ്ട്. അതിൻ്റെ ശബ്ദമാണ്. മനു പറഞ്ഞതും അവൾ തലയാട്ടി. ദാ അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അത് പറഞ്ഞ് മനു മുന്നിലേക്ക് ചൂണ്ടിയതും അമ്മാളും അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു പോയി. അവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറുതല്ല എന്നാൽ അത്ര വലുതല്ലാത്തതുമായിട്ടുള്ള ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതിൽ നിന്നും കുറച്ചു ദൂരം മാറി നിറയെ ആൽമരങ്ങളും മറ്റു മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം. അവിടെ ഒരു വിളക്ക് കത്തുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആൽമരത്തിൽ നിറയെ ചരടുകളും താലിമാലകളും ഒക്കെ ഉണ്ട്. അതുകൂടാതെ കാവിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും നൂലുകൊണ്ട് കോർത്ത് താലിമാലകൾ കെട്ടിയിട്ടിട്ടുണ്ട്. അമ്മാളു അതെല്ലാം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. മനു അവളെയും കൂട്ടിക്കൊണ്ട് നേരെ മുന്നിലേക്ക് നടന്നു ചെന്നു. ഇവിടെ ഭദ്രകാളിയാ പ്രതിഷ്ഠ. ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മറ്റുമൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എത്രയും വേഗം സുഖവും സൗഭാഗ്യമുള്ള ദാമ്പത്യം കിട്ടും എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. അതിനനുസരിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വിവാഹം നടക്കുവാണെങ്കിൽ ആ പ്രതിഷ്ഠയുടെ ചുറ്റുമുള്ള ചരട് കണ്ടോ? അത് വിവാഹം നടക്കുമ്പോൾ സ്ത്രീകൾ ഉടുക്കുന്ന സാരിയുടെ നൂല് പിരിച്ചെടുക്കുന്നതാണ്. അതിൽ കോർത്താണ് താലി ദേവിക്ക് സമർപ്പിക്കുന്നത്. പിന്നെ അതിനുവേണ്ടി മാത്രമല്ല കേട്ടോ, മനസ്സമാധാനത്തിനും ശാന്തിക്കും ഒക്കെ വേണ്ടി നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ബട്ട് അതർ ദാൻ ദാറ്റ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല ക്വയറ്റ് ആൻഡ് കാം എൻവയോൺമെൻ്റ് ഒക്കെ ആയിട്ട്. മനു അവളോട് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അമ്മാളു ചുറ്റുമുള്ള ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു. ഇത്രയും നേരം യാത്ര ചെയ്തു വന്ന ക്ഷീണവും ഇത്ര ദൂരം നടന്നതുമൊക്കെ ഒന്നുമില്ലാതായി പോകുന്ന രീതിയിലായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. അത്രയും മനോഹരവും ഭംഗിയുള്ളതുമായിരുന്നു. കൗതുകത്തോടെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുകയും ചുറ്റുമുള്ളതെല്ലാം നിരീക്ഷിക്കുകയും ചെയ്തു അവൾ. വാ, അകത്തേക്ക് കയറാം. അത് പറഞ്ഞ് മനു അവളുമായി മുന്നിലേക്ക് നടക്കാൻ ഒരുങ്ങി. നിൽക്ക്. ഇരുവരും കാവിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഈ കൊടുങ്കാട്ടിൽ ഇപ്പോൾ തങ്ങളെ ആരാണ് വിളിക്കാനുള്ളതെന്ന രീതിയിൽ ഞെട്ടലോടെയാണ് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ അവിടെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഒരാളെ കണ്ടതും സംശയത്തോടെ രണ്ടുപേരും അയാളെ മുഖം ചുളിച്ചു നോക്കി. നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ ഞാനക്കോട്. മനുവാണ് ഉത്തരം കൊടുത്തത്. ഇത് അയാൾ അമ്മാളുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ഭാര്യയാണ്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോ? അതെ. കുട്ടികളുണ്ടോ? ഇല്ല. എങ്കിൽ കാവിനകത്തേക്ക് കയറരുത്. അയാൾ പറഞ്ഞതും അമ്മാളുവും മനുവും അയാളെ ഒരുപോലെ സംശയത്തോടെ നോക്കി. ഈ കാവിലേക്ക് അങ്ങനെ അധികാരം വരാറില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവർ മാത്രമാണ് ഇങ്ങോട്ട് വരാറുള്ളത്. നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് എങ്ങനെ അറിയാം? അയാൾ ചോദിച്ചതും അമ്മാളും മനുവിനെയാണ് നോക്കിയത്. ആക്ച്വലി ഐ എം മാനവർമ്മ, ചിത്രകാരനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കാവുള്ളത് അറിയുന്നത്. വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം മാത്രമുള്ളത് കൊണ്ട് ഞാൻ 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇവിടെ ആരെയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അന്നൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ വന്നത്? അയാൾ തിരികെ ചോദിച്ചതും മനു അതേന്ന രീതിയിൽ തലയാട്ടി. അത് കണ്ടതും അയാളൊന്ന് ചിരിച്ചു. തനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു തന്ന ആൾ ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞു തന്നു കാണുമല്ലോ? അയാൾ ചോദിച്ചതും മനു ഉണ്ടെന്ന രീതിയിൽ തലയാട്ടി. പ്രധാനമായിട്ടും ഈ കാവിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നവർ കൂടുതലും അവിവാഹിതരായിരിക്കും. പിന്നെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടായതിന് ശേഷമാണ് കാവിനകത്തേക്ക് പ്രവേശിക്കാനാവുള്ളൂ. അതിനു മുൻപ് ദാ കാണുന്ന കല്ല് കണ്ടോ? അതിന് മുന്നിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ദേവി കടാക്ഷിച്ച് വേഗം തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുമെന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞതും രണ്ടുപേരും ഒരുപോലെ ആ ഭാഗത്തേക്ക് നോക്കി. അയാളെ നോക്കി മനസ്സിലായുന്ന രീതിയിൽ തലയാട്ടിയതും അയാൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു പോയി. താൻ വാ, നമുക്ക് അകത്തേക്ക് കയറാം. അയാൾ നടന്നു പോയതും അത് കാര്യാക്കാതെ മനു അവളുടെ കയ്യിൽ പിടിച്ച് കാവിനകത്തേക്ക് കയറാൻ ഒരുങ്ങി. വേണ്ട മനുവേട്ടാ. അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും അവൾ അത് വേണ്ടെന്ന രീതിയിൽ അവനെ തടഞ്ഞു. പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും മനു അവളെ സംശയത്തോടെ നോക്കി. നീ ഈ അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിച്ചിരിക്കുവാണോ? ചിലപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമായിരിക്കാം മനുവേട്ടാ. എങ്കിലും കുറച്ച് പേർക്കെങ്കിലും അതൊരു വിശ്വാസമാണ്. നമ്മളായിട്ടത് വെറുതെ ഇല്ലാതാക്കണ്ട. ആ ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ആ കല്ലിനടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അമ്മാള് പറഞ്ഞതും മനു അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ കയറണ്ടല്ലോ എന്ന് കരുതി അയാൾ പറഞ്ഞ സ്ഥലത്ത് നിന്നൊന്ന് പ്രാർത്ഥിച്ചു. മനുവിന് മനസ്സമാധാനവും സ്വസ്ഥതയും സുഖവും ഒക്കെ കൊടുക്കണേന്ന് മാത്രമാണ് അമ്മൾ പ്രാർത്ഥിച്ചത്.
ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അവനൊരു സമാധാനം കിട്ടുക എന്നുള്ളതാണ്. എല്ലാം കലങ്ങിത്തെളിഞ്ഞ് അവൻ പഴയ രീതിയിലേക്ക് വരണേന്നാണ്. കണ്ണടച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും മനു അവിടെ നിന്ന് നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പോകാം. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ അവൻ ഗൗരവത്തോട് ചോദിച്ചു. ആ അരുവിയിൽ കൂടെ പോയിട്ട് പോവാം. അത് പറഞ്ഞ് അമ്മാളും അവനുമായി അരുവിയുടെ അടുത്തേക്ക് നടന്നു. നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു അതിലൂടെ ഒഴുകുന്നത്. വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിൽ അടിയിലുള്ള മണലൊക്കെ നല്ല തെളിഞ്ഞു കാണാം. അത്രയും വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായിട്ടുള്ള വെള്ളം. അതിൽ കാലും മുഖവും കൈയും ഒക്കെ കഴുകി കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്തു രണ്ടുപേരും. ഫ്രിഡ്ജിൽ വെച്ചതുപോലുള്ള തണുപ്പ് അല്ലേ മനുവേട്ടാ? അതിലേക്ക് കൈയൊന്ന് തൊട്ടപ്പോൾ തന്നെ അമ്മാളും മനുവിനോട് ചോദിച്ചു. അവനൊരു പുഞ്ചിരിയോടെ തന്നെ അതേന്ന് തലയാട്ടി. കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് അതിനുശേഷം രണ്ടുപേരും തിരികെ നടന്നു. ഉച്ച സമയമായിരുന്നിട്ട് പോലും ഒരു തുള്ളി സൂര്യപ്രകാശം അതിനുള്ളിലേക്ക് കടക്കുന്നുണ്ടായിരുന്നില്ല. വെളിച്ചമുണ്ടെങ്കിലും അധികം ചൂടും വെയിലും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ തിരികെ നടക്കുമ്പോഴും രണ്ടുപേർക്കും വലിയ തളർച്ചയൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞുറങ്ങാമെന്ന് കരുതി അമ്മാള് മുറിയിലേക്ക് കയറി വന്ന് നോക്കുമ്പോൾ കാണുന്നത് ബാഗിൽ നിന്ന് ക്യാൻവാസൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്ന മനുവിനെയാണ്. ഇത് പോകുന്നിടത്തെല്ലാം ചുമന്നുകൊണ്ടാണോ പോകുന്നത്? അവൻ അതെല്ലാം എടുത്തു വെക്കുന്നത് കണ്ടതും അമ്മാളു സംശയത്തോടെ അവനെ നോക്കി ചിന്തിച്ചു പോയി. എങ്കിലും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം കട്ടിലിലേക്കിരുന്നു. അമ്മാളു അവിടെ വന്നിരുന്നതും മനു അവളെ ഒന്ന് നോക്കി. വൈകുന്നേരം എത്ര മണിക്കാണ് അമ്പലത്തിലേക്ക് പോകുന്നത്? നമുക്കെന്തായാലും ഉണ്ണിയേട്ടൻ വന്നു കഴിഞ്ഞിട്ട് പോയാൽ മതി. അതിന് ഒന്ന് മൂളിക്കൊണ്ട് അവൻ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ആയിട്ട് അടുത്ത മുറിയിലേക്ക് പോയി. ഇയാളെന്താ ഓന്തെങ്ങാനും ആണോ? ഒരു മൈൻഡും ചെയ്യാതെ അവൻ പോകുന്നത് കണ്ടതും അമ്മാളും മനസ്സിൽ ചിന്തിച്ചു പോയി. കാരണം സെക്കൻഡുകൾ കൊണ്ടാണ് അവൻ്റെ സ്വഭാവം മാറുന്നതും തിരികെ പഴയതുപോലെ ആകുന്നതും ഒക്കെ. ഇപ്പോൾ നിൽക്കുന്ന നേരത്തിൽ എന്ത് ചെയ്യുമെന്ന് പറയാനാവില്ല. രാവിലെ ഇവിടുന്ന് പോകുന്നത് വരെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്ന ആൾ തിരിച്ചെത്തിയപ്പോൾ ശരിക്കും അന്യനായതുപോലെയാണ്. അമ്മാളു അവൻ പോയ വഴിയെ നോക്കി മനസ്സിൽ ചിന്തിച്ചു. ഓരോന്ന് ചിന്തിച്ച് കട്ടിലിൻ്റെ എതിർവശത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവൾ പതിയെ ഉറക്കത്തിലേക്ക് പോയി. പക്ഷേ ശരിക്കൊന്ന് ഉറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ കട്ടിലിൻ്റെ മറുവശത്ത് ഒരനക്കം അമ്മാളു അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കാനുള്ള മടി കാരണം അവൾ കണ്ണുപോലും തുറക്കാതെ അങ്ങനെ തന്നെ കിടന്നു. പക്ഷേ അടുത്ത നിമിഷം തൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച കൈകളും കവിളിലായി അറിയുന്ന നിശ്വാസത്തിൻ്റെ ചൂടുമായതും അമ്മാളു ഞെട്ടലോടെ കണ്ണു തുറന്നു പോയി. തിരിഞ്ഞു നോക്കാൻ ഒരുങ്ങും മുന്നേ തന്നെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തിയിരുന്നു. അവൾക്ക് അനങ്ങാനാവാത്തതുപോലെ തോന്നി. എങ്കിലും അവൾ അവനിൽ നിന്നൊന്ന് നീങ്ങി മാറാൻ ഒരു ശ്രമം നടത്തി നോക്കി. നോ അമ്മു, ഐ ഹാവ് ടു സ്ലീപ്പ്. ഇന്നലെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല ഞാൻ. അവൻ പറയുന്നത് കേട്ടതും അവളുടെ മുഖം സംശയത്തോടെ ഒന്ന് ചുളിഞ്ഞു. ഇന്നലെ ഉണ്ണിയേട്ടൻ മെഡിസിൻ കൊടുത്താണല്ലോ, എന്നിട്ട് ഉറങ്ങിയില്ലെന്നോ? അവൻ പറയുന്നത് കേട്ടതും അവൾ സംശയത്തോടെ മനസ്സിൽ ചിന്തിച്ചു പോയി. ഇന്നലെ ഞാൻ മെഡിസിൻ കഴിച്ചില്ല അമ്മു. അവളുടെ ചിന്തകളും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യവും മനസ്സിലാക്കിയതുപോലെ അവൻ അവളോട് പറഞ്ഞു. എന്താ അത്? ഐ ഡോണ്ട് തിങ്ക് സോ. കഴിക്കണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല. അവൻ്റെ മറുപടിക്ക് അമ്മാളു ഒന്നും മിണ്ടിയില്ല. മനു അവൻ്റെ മുഖം അവളുടെ കവിളിലേക്ക് ചേർത്ത് വെച്ചു. അമ്മാളു ആകെ കിടുങ്ങിപ്പോയതുപോലെ ആയിപ്പോയി. ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ അമ്മു? അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ അവളോട് ചോദിച്ചു. ഇല്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള അവളുടെ ഉത്തരവും എത്തിയിരുന്നു. എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നീ എന്നെ വെറുക്കുവോ? ഒരു കുഞ്ഞു കുട്ടിയുടേത് പോലുള്ള അവൻ്റെ അടുത്ത ചോദ്യം. അങ്ങനെ വെറുക്കാനായിരുന്നെങ്കിൽ എനിക്കിഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. വല്ലാത്തൊരു ആത്മധൈര്യം ഉള്ളതായിട്ട് തോന്നി അവൾക്ക്. ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. എന്നെങ്കിലും നിങ്ങൾ എന്നെ തിരികെ സ്നേഹിക്കും എന്ന് കരുതിയല്ല ഞാൻ നിങ്ങളെ പ്രണയിച്ചത്. ഒരിക്കലും സ്വന്തമാവില്ല എന്ന് മനസ്സിലാക്കി തന്നെയായിരുന്നു. ബട്ട് ഡെസ്റ്റിനി ഗേവ് യു ടു മീ. അമ്മാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനു അവളുടെ കവിളിൽ നേർമയായി ഒന്ന് ചുംബിച്ചു. നിങ്ങൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ മനുവേട്ടാ? ഈ നിങ്ങൾ വിളി നിർത്തിയില്ലെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കും അമ്മു. വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി ഒന്ന് പതുക്കെ നുള്ളി. മനുവേട്ടാ! വേദനയോടെ അവൾ എരിവ് വലിച്ചു. എനിക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. ബട്ട് ഐ തിങ്ക് യു ഹാവ് ചേഞ്ച്ഡ് മീ എ ലോട്ട്. ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അമ്മാളും അത് ശരിയാണെന്ന രീതിയിൽ ഒന്ന് മൂളി. എൻ്റെ കാര്യങ്ങളെല്ലാം അധികം വൈകാതെ ഞാൻ നിന്നോട് തുറന്നു പറയും. അതിനുശേഷം യു ക്യാൻ ഡിസൈഡ് വെദർ ടു സ്റ്റേ ഇൻ മൈ ലൈഫ് ഓർ സ്റ്റെപ്പ് ബാക്ക്. നോ മോർ സ്റ്റെപ്പ് ബാക്ക് മനുവേട്ടാ. ഒരു നിമിഷം നേരം പോലും ആലോചന ഇല്ലാതെയുള്ള മറുപടിയായിരുന്നു അവളുടേത്. ഒരു കണക്കിന് അവനെ അവളിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം അതുതന്നെയായിരിക്കും. കാരണം അവനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ അവൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല.
എന്ത് കാര്യമായിരുന്നാലും മനു അവളുടെ പ്രയോറിറ്റി തന്നെയാണ്. ഒരിക്കലും അവൻ അവൾക്കൊരു ഓപ്ഷനല്ല. മനുവേട്ടാ. കുറച്ചു നേരം അമ്മാളും ഒന്ന് നിശബ്ദമായതിനു ശേഷം അവനെ വിളിച്ചു. മനുവേട്ടന് തറവാട്ടിലുള്ളവരൊക്കെ ആയിട്ട് അടുപ്പമുണ്ടോ? പെട്ടെന്ന് അവൾ അങ്ങനെ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ബന്ധവുമില്ലാത്ത കാര്യം ചോദിച്ചതും മനു അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ചെരിഞ്ഞു കിടന്ന് അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. തൻ്റെ അടുത്തു നിന്ന് അവൻ അകന്നു മാറിയതും അമ്മാളു ചെരിഞ്ഞു കിടന്ന് അവനെ തന്നെ നോക്കി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.